ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബാവോ സുബിയാന്തോയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്തോനേഷ്യ സന്ദർശനം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം പരമ്പരാഗത സൗഹൃദ സാംസ്കാരിക ബന്ധങ്ങൾക്കപ്പുറമായിട്ട് വളരെ ശക്തമായ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് ഇന്ന് ഉയർന്നിരിക്കുകയാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ തന്നെ ഭാഗമെന്ന് പറയാവുന്ന പോലെ ഒന്നായിരുന്നു. അത്രയും വിശാലമായിട്ട് ഇന്ത്യൻ കൾച്ചറിനെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് ഇന്തോനേഷ്യ. എന്നാൽ ഇന്ന് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന നാട് എന്ന നിലയിലല്ല, അതിനുമപ്പുറം ഇന്ന് ഇന്തോനേഷ്യയുടെ സുരക്ഷാ കാര്യങ്ങളിലെ ഒരു പ്രധാന പാർട്ട്ണർ എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പ്രതിരോധ സാമ്പത്തിക രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയാണിപ്പോൾ. ഈ ഒരു സന്ദർശനം വളരെ നിർണായകമാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് EVM മെഷീനുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ പിന്തുണ നൽകുമെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ് ഇന്തോനേഷ്യ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സാങ്കേതിക നയതന്ത്ര കരാറുകളിൽ ഒന്നാണ് EVM മെഷീനുകളുടെ കാര്യം. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന അതേ മെഷീനുകൾ നേരിട്ട് നൽകുന്നതിന് പകരം ഇന്തോനേഷ്യയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കും വോട്ടിംഗ് രീതികൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിയ ഇന്തോനേഷ്യൻ പതിപ്പ് EVMകളായിരിക്കും ഇന്ത്യ വികസിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിനായിട്ടുള്ള സാങ്കേതിക പിന്തുണ ഇന്ത്യ പൂർണ്ണമായിട്ട് നൽകുകയും ചെയ്യും. ഇന്ത്യയിൽ EVMകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഇന്തോനേഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വോട്ടിംഗ് യന്ത്രങ്ങളുടെ നിർമ്മാണത്തിനും രൂപകൽപ്പനയ്ക്കും പിന്നിൽ പ്രവർത്തിക്കുക. ഏകദേശം 20 കോടിയിലധികം വോട്ടർമാരുള്ള ഇന്തോനേഷ്യ ഇന്ത്യയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പ്രതിരോധ രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ കരാറുകളിൽ ഏർപ്പെടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വഴി കരുത്ത് തെളിയിച്ച ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾ ഇറക്കുമതി ചെയ്യാനും ഇപ്പോൾ ഇന്തോനേഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീല്. തന്ത്രപ്രധാനമായ ധാതുക്കളുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇന്തോനേഷ്യയിലെ സ്റ്റീല്, നിക്കൽ തുടങ്ങി അപൂർവ ഭൂമികാന്തങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ നിക്ഷേപം നടത്തും. സമുദ്ര സുരക്ഷാ രംഗത്തും നിർണായക നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും നടത്തുകയാണ്. മലാക്ക കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പോർട്ട് പ്രൊജക്റ്റിൽ നിന്ന് വെറും 100 കിലോമീറ്റർ മാത്രം അകലെയുള്ള സബാങ് തുറമുഖം ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് വളരെയധികം നേട്ടങ്ങളുള്ള ഒരു സന്ദർശനമാണ്. ഔദ്യോഗികമായിട്ട് ഇന്തോനേഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യ അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ അതിപൂർണ്ണ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയോന്തയാണ് ബഹുമതി കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും തന്ത്രപ്രധാനമായിട്ടുള്ള സഹകരണവും ശക്തമാക്കുന്നതിൽ മോദി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം. വളരെ പുരാതന കാലം മുതൽ 2000 വർഷം മുമ്പ് മുതൽ തന്നെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ സവിശേഷമായ ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യൻ കൾച്ചറാണ് അവിടെ വ്യാപകമായിട്ട് നിലനിന്നിട്ടുള്ളത്. ആ നിലയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ഏറ്റവും അടുത്ത പാർട്ട്ണർഷിപ്പിലേക്ക് ഉയരുകയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ആഴമേറിയ സാംസ്കാരിക ബന്ധത്തിന്റെയും തകർക്കാനാകാത്ത തന്ത്രപ്രധാനമായ വിശ്വാസത്തിന്റെയും തെളിവായിട്ടാണ് പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി ഇന്തോനേഷ്യ സമർപ്പിച്ചത്. ഇതിനു പുറമെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ കരാറുകളിലേക്ക് പോകുന്നത്. അതിൽ EVM കരാറ് മാത്രമല്ല, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറുകളിലും ഒപ്പുവെക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.